റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനായി നമ്മുടെ വിധികർത്താക്കളെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആശ പറയുന്നു, പിന്നീട് ഞാനും പറയുന്നു, മാഷും പറയുന്നു. ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. സ്പെസിഫിക് ആയിട്ട് ഓരോ പ്ലെയർ ബേസ് ചെയ്തിട്ടല്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. അത് പ്രത്യേകിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ അത് ആവശ്യം വരും. ആശ പറയും. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നാടകത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നമുക്ക് ഒരാൾക്ക് ഈ ഫസ്റ്റ് കൊടുക്കാൻ പറ്റൂ, അത് നിങ്ങൾക്കറിയാലോ. വളരെ ശ്രമകരമായൊരു ജോലിയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഈ കസേരയിലിരിക്കുമ്പോൾ നിങ്ങളും ആ പ്രശ്നം അനുഭവിക്കും. നമ്മൾ വളരെ നീതിയുക്തമായിട്ടൊരു തീരുമാനം എടുക്കാനാണ് ശ്രമിച്ചത്. അപ്പം അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ കലോത്സവങ്ങളിൽ നാടകത്തെ ഒരു ഇനമായി കൊണ്ടു നടക്കുന്നത് വളരെ ജീവിതഗന്ധിയാണ്. ജീവിതമാണ് നാടകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റാനും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കുട്ടികൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അങ്ങനെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് പേരൻസ് നാടകത്തിൽ നിന്ന് സമ്മാനം കിട്ടിയില്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നാടകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കരുത്. ചെറിയ സജഷൻസ് പറയാനുണ്ട്. അതായത് ജനറലിയാണ് കേട്ടോ, നമ്മൾ നാടകം ചെയ്യുമ്പോൾ സെറ്റുകളുടെ ആധിക്യം കുറച്ച് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എല്ലാ ഗ്രൂപ്പുകളോടുമുള്ള എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. അതായത് നമ്മളൊരു ചായ ഉണ്ടാക്കുമ്പോൾ പാലും പഞ്ചസാരയും തേയിലയും കാപ്പി അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് ഒരേപോലെ വന്നാലേ അത് ചായ ആവുള്ളൂ. ഒന്നും കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഭംഗിയുണ്ടാവില്ല. പിന്നെ സംഭാഷണങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ചു, സംഭാഷണങ്ങളിൽ വ്യക്തത നിങ്ങൾ വരുത്തണം. അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. നാടകത്തിൽ വ്യക്തതയില്ല. പിന്നെ വികാരങ്ങൾക്കനുസരിച്ച് നമ്മൾ മോഡുലേറ്റ് ചെയ്യണം. ഒരേ പേസിൽ നാടകം കൊണ്ടുപോകുന്ന ഒരു പ്രവണത പലരിലും കണ്ടു. ഒരാളിലും മാത്രമല്ല, പലരിലും ഉണ്ട്. എല്ലാ കഥാപാത്രങ്ങളും ഒരേപോലെ സംസാരിക്കുക. ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ വേറെ വേറെ അല്ലേ സംസാരിക്കുക. പിന്നെ വികാരങ്ങളുടെ വ്യത്യസ്തത നാടകത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. എല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിചാരങ്ങളെയും നാടകത്തിൽ കൊണ്ടുവരണം. ഒന്ന് മാത്രം പോരാ. അപ്പൊ ഈ പേസും ടെമ്പോയും നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പരിശീലകർ ഇവിടെ ഉണ്ടെങ്കിൽ അവരും അത് ശ്രദ്ധിച്ചാൽ കൊള്ളാം. പരിശീലകർ പ്രത്യേകിച്ച് ഈ സംഭാഷണത്തിലും മോഡുലേഷനിലും അഭിനയത്തിലും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ശരീരഭാഷ, കഥാപാത്രങ്ങളുടെ ശരീരഭാഷ അവസാനം വരെ നിലനിർത്താൻ കഴിയുന്ന ആളാണ് യഥാർത്ഥത്തിലുള്ള അഭിനേതാവ്. അത് ശ്രദ്ധിക്കണം. പിന്നെ പ്രോപ്പർട്ടികൾ ഉപയോഗിക്കുന്നത് സന്ദർഭത്തിനും വികാരത്തിനും അനുസരിച്ചായിരിക്കണം. ഹാൻഡ് പ്രോപ്പർട്ടിയും സെറ്റ് പ്രോപ്പർട്ടിയും ഉപയോഗിക്കുന്ന എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. അത് പലയിടത്തും കണ്ടില്ല, ചിലർ നന്നായിട്ട് ഉപയോഗിച്ചു. ഇനി നമ്മൾ വിധി പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കേൾക്കാനുള്ള ക്ഷമയില്ലല്ലോ, അതുകൊണ്ടാണ്. താങ്ക് യു. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഹൈസ്കൂൾ നാടകം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് കുട്ടികളുടെ ഒരു 15-16 വയസ്സ് വരെ വരുന്ന കുട്ടികളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കണം. വലിയവരുടെ വിഷയങ്ങൾ പറഞ്ഞു പോകുന്നു, പക്ഷെ കുട്ടികളെ കേന്ദ്രീകരിച്ച് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ രംഗഭാഷ, ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറഞ്ഞാണ്, ഇപ്പോൾ സീനിയർ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു പെയിന്റിങ് കോമ്പോസിഷനാണ്. വളരെ കുത്തഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ഒരു യൂണിറ്റ് ചെന്നി ചെതറിപ്പോയാൽ അതിന്റെ പെയിന്റിങ് തകരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യം അവസാനം വരെയുള്ള കോമ്പോസിഷൻ, ഫ്രെയിമിങ്, അതിന്റെ കളർ ടോണുകൾ, കോസ്റ്റ്യൂം ഉപയോഗിക്കുന്നത്, സെറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കലോത്സവത്തിന്റെ ഫ്ലക്സ് എടുക്കുന്നു, അത് മറയ്ക്കാനുള്ള ഉത്തരവാദിത്വം ടീമുകൾ കാണിക്കണം. ഒരു ബ്ലാക്ക് ഓ വൈറ്റ് ഏതെങ്കിലും ഒരു കറുത്തിട്ടെങ്കിലും മറക്കണം. അപ്പോൾ അല്ലാതെ അതിന്റെ മുമ്പിൽ സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഡീവിയേറ്റ് ചെയ്തു പോകും. കലോത്സവത്തിന്റെ വിഷയമല്ലല്ലോ ആ നാടകത്തിന്റെ വിഷയം. അപ്പൊ കലോത്സവ ഫ്ലക്സിനെ എങ്ങനെയെങ്കിലും മറക്കണം. നമ്മൾ ഒന്ന് രണ്ട് ടീം അത് ചെയ്ത് കണ്ടില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഒരു നല്ല ഡയറക്ടറുടെ പ്ലാനിങ് ഉണ്ടെങ്കിൽ കർട്ടൻ പൊന്തിയാൽ നമുക്ക് മനസ്സിലാവും, കൃത്യമായിട്ടുള്ള അതിന്റെ ടോൺ പിടികിട്ടും. അപ്പൊ ആ ടോൺ കൃത്യമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന പ്ലേകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. പിന്നെ അഭിനേതാക്കളിൽ ഇപ്പോൾ പെൺകുട്ടികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് ചെയ്ത് വരുന്നത്. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ കണ്ടു, പെൺപിള്ളേരുടെ എനർജി അതിഗംഭീരമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയാനുള്ളൂ. പ്ലേകളിൽ നമുക്ക് ഗ്രേഡുകളും അതിന്റെ ഡീറ്റെയിൽസും മാഷ് പറയും. മ്യൂസിക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട്, വളരെ മീനിങ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയുടെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ച് എളുപ്പവഴി നോക്കരുത്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണം. നാടകം എന്ന് പറഞ്ഞാൽ
റീക്രിയേഷൻ ഓഫ് ലൈഫാണ്. അതിൽ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറയാം, ഇന്റലിജന്റ് ആൻഡ് ഇമാജിനേറ്റീവ് റീക്രിയേഷൻ ഓഫ് ലൈഫ്. ജീവിതത്തെ അങ്ങനെ തന്നെ പറക്കി വെക്കലല്ല, അതിന് വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിലൂടെ ടൈമിനെയും സ്പേസിനെയും നമ്മുടെ കൺട്രോൾ നിർത്തിക്കൊണ്ട് റീക്രിയേറ്റ് ചെയ്യലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മ്യൂസിക് ഒക്കെ റീക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന പ്ലേ അവർക്കും കൂടി മാർഗദർശിയാണ്. വളരെ സൂക്ഷ്മമായിട്ട് ആശ പറഞ്ഞ പോലെ ഓരോ യൂണിറ്റിന്റെയും വികാരവും അതിന്റെ ഡെപ്തും മനസ്സിലാക്കിയിട്ട് എത്രമാത്രം വേരിയേഷൻസ് കൊണ്ടുവരാം എന്നുള്ളത് ആലോചിക്കണം. എന്തായാലും ഇവിടെ ആക്ടർ ആൻഡ് ആക്ട്രസ് പറയുന്നു, സെലക്ട് ചെയ്ത പ്ലേ പറയുന്നു, ഗ്രേഡ് പറയുന്നു. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ പല നാടകങ്ങളിലും ഞാൻ ശ്രദ്ധിച്ച ഒരു വിഷയം, പശ്ചാത്തല സംഗീതം കഥാപാത്രങ്ങളുടെ ശബ്ദത്തേക്കാൾ ഏറെയായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രമാത്രം നന്നായിട്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചാലും അവരുടെ സംഭാഷണ ശകലങ്ങൾ ഈ പശ്ചാത്തല സംഗീതത്തിൽ മുങ്ങിപ്പോകുന്നു. അതൊരു വലിയ പോരായ്മയാണ്. പല നാടകങ്ങളിൽ കണ്ടതാണ്, എല്ലാ നാടകത്തിലും അല്ല. അതുപോലെ തന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ അസൂയാവഹമായ പ്രകടനമാണ്. നേരത്തെ സാറുവിന്റെ പെൺകുട്ടികൾ മാത്രമല്ല, ഉള്ള ആൺകുട്ടികളും തന്നെ വളരെ അസൂയാവഹമായ പ്രകടനമാണ്. ഒന്നുകിൽ അവരുടെ ഡയറക്ടോറിയൽ വർക്കിന്റെ കുറവ്, അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റിന്റെ തകരാറ് കൊണ്ട് അവരുടെ പ്രകടനം മുന്നോട്ട് വരാതെ പോയതാണ്. അല്ലാതെ ഇതിനകത്തുള്ള ഓരോരുത്തരെടുത്താൽ ഒരാളെ പോലും നമുക്ക് അഭിനയത്തിന്റെ കാര്യത്തിൽ മാറ്റി നിർത്താൻ കഴിയില്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാരക്ടർ. നേരത്തെ സാറ് പറയും, ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടിയാൽ, ഒരു കേശു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാടകം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ അവന്റെ ബോഡി ലാംഗ്വേജിലും അവന്റെ സംഭാഷണ ശൈലിയിലും അത് തന്നെ ആയിരിക്കണം. അല്ലാതെ ആ സെൽഫിലേക്ക് മാറിപ്പോകുന്ന പലരെയും ഞാൻ കണ്ടു. നാടകത്തിലെ കഥാപാത്രത്തിൽ നിന്ന് മാറി സ്വന്തം സെൽഫിലേക്ക് പോകുന്ന ഒരു അവസ്ഥയെ കണ്ടു. ഇതൊക്കെ ഒന്ന് മാറ്റിയാൽ ഇത് നമുക്ക് ഏത് വേദിയിലും അവതരിപ്പിക്കാൻ പറ്റിയ നാടകങ്ങൾ തന്നെയാണെന്ന് കണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങളിൽ ആരെയാണ് സംസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കാനെന്നുള്ളത്. അതുകൊണ്ട് കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞാണ്, അവതരിപ്പിക്കുന്ന എല്ലാവർക്കും ഒന്നാം സമ്മാനം കിട്ടണമെന്ന് തന്നെയാണ്, ഞങ്ങൾക്കും അത് തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ കൺസ്ട്രെയിൻസ് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലതിന് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് മാഡം പറയും. ഒറ്റ കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇതിനകത്ത് നമ്മുടെ ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയയിൽ ഇതിവൃത്തം എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട്, ഒരു ക്രൈറ്റീരിയ. അപ്പൊ പലപ്പോഴും ഒരു ഇതിവൃത്തത്തിൽ നിന്ന് മാറി പല ഇതിവൃത്തങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ വിഷയം എന്നുള്ളതാണ് ഇതിവൃത്തം, പല ഇതിവൃത്തങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു പൊതുവെ. ഒരു വിഷയമല്ല, പല വിഷയങ്ങൾ. ഇനി നമുക്ക് ഒരു സെക്കൻഡ് കൂടി, ഈ സെറ്റിന്റെ സ്ഥൂലതകൾ പലപ്പോഴും ബാക്കിലുള്ള കഥാപാത്രങ്ങളെ മാസ്ക് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടോ? പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രണ്ടിലേക്ക് സെറ്റ് വലിച്ചിടുമ്പോൾ ബാക്കിലുള്ള ക്യാരക്ടേഴ്സ് മുങ്ങി പോകുന്നുണ്ടോ എന്നുള്ളത് ടീമിന് മൊത്തം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാക്കി ആശ റിസൾട്ട് പറയും. ഞാൻ ഈ എല്ലാ റിസൾട്ടും പറയുന്നു. 9 പേര് പങ്കെടുത്തതില് അങ്ങനെ പറയണോ? ഫസ്റ്റും സെക്കൻഡും ഒക്കെ പറയണോ? ഓക്കെ. അപ്പോ കോഡ് നമ്പർ 1 ബി ഗ്രേഡ് ആണ്. കോഡ് നമ്പർ 2 സി ഗ്രേഡ് ആണ്. കോഡ് നമ്പർ 3 എ ഗ്രേഡ് ആണ്. കോഡ് നമ്പർ 4 എ ഗ്രേഡ് ആണ്, ഫസ്റ്റ് പ്രൈസ്. ഹലോ ബാക്കി പറഞ്ഞോട്ടെ. കോഡ് നമ്പർ 5 ബി. കോഡ് നമ്പർ 6 എ ഗ്രേഡ്. കോഡ് നമ്പർ 7 ബി ഗ്രേഡ്. കോഡ് നമ്പർ 8 എ ഗ്രേഡ്. കോഡ് നമ്പർ 9 എ ഗ്രേഡ്. ഇനി 2 പ്രഖ്യാപനങ്ങൾ കൂടെ ഉണ്ട്. മികച്ച നടിയെയും നടനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നടിയെ തെരഞ്ഞെടുക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ. ആൺകുട്ടികൾ കുറവായിരുന്നു എന്ന് തോന്നി. അപ്പൊ മികച്ച നടി കോഡ് നമ്പർ 4 മുത്തശ്ശി. എന്തുകൊണ്ടാണെന്ന് കൂടെ നിങ്ങൾ ചോദിക്കണം. ആ മുത്തശ്ശി തുടക്കം മുതൽ ഒടുക്കം വരെ മുത്തശ്ശിയുടെ ബോഡി ലാംഗ്വേജും ഭാഷയും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ കണ്ടിന്യൂ ചെയ്തതുകൊണ്ടാണ്. മികച്ച നടൻ വളരെ സന്തോഷപൂർവ്വം പറയട്ടെ, കോഡ് നമ്പർ 9 ന്യാവത്തൻ. ആരാ പേര് പറഞ്ഞില്ല? ന്യാവത്തൻ. പേരെന്താ മോനെ? യാസിൻ.
തീർച്ചയായും മ്യാവച്ചനെ അവതരിപ്പിച്ച ആ കുട്ടിക്ക് 1ാം സമ്മാനം കൊടുത്തത് അദ്ദേഹത്തിന്റെ അംഗപരിമിതം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒന്നുകൊണ്ടും മാത്രമാണ്. അത് എലിയായിട്ടും പൂച്ചയായിട്ടും 2 വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിനാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും 100% അഭിനന്ദനം അർഹിക്കുന്നു കുട്ടി. അപ്പൊ സ്റ്റേറ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഏതാണ് കോഡ് നമ്പർ 4? അപ്പൊ തല്ലരുത്, ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.